blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ക്രിസ്മസ് വീക്കിലെ അവസാനത്തെ എപ്പിസോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് വിവാഹദിനം ആഘോഷിക്കുന്ന തമ്പാൻ വർഗീസ് ആൻഡ് ഉനീറ്റ വർഗീസ്, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ ദമ്പതികൾക്കായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഇരുവരെയും അനുഗ്രഹിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ അവരെ ഇതുവരെ നടത്തിയതിനായി നന്ദി പറയുന്നു. മക്കൾക്കായി നന്ദി പറയുന്നു. ബിസിനസ്സിനായി നന്ദി പറയുന്നു. അതോട് ചേർന്ന് ഇനിയുള്ള മാരിറ്റൽ ലൈഫിൽ കർത്താവെ വലിയ അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ഒത്തിരി നന്മകളാൽ കർത്താവ് നിറയ്ക്കുമാറാകണമേ. അതോട് ചേർന്ന് കർത്താവരുടെ ബിസിനസ്സിനെയും ആത്മീയ ജീവിതത്തെ, ശുശ്രൂഷയെ, കുഞ്ഞുങ്ങളുടെ ഭാവിയെ എല്ലാം അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി തമ്പാൻ വർഗീസ് ആൻഡ് ഉനീറ്റ വർഗീസ്. മേ ഗോഡ് ബ്ലെസ് യുവർ ഫാമിലി ലൈഫ് അബൻഡൻ്റ്ലി. അപ്പോൾ തന്നെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് എസ് ബാബുരാജനായി എൽ അച്ചമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ബാബുരാജൻ്റെ ഹാർട്ടിന് കർത്താവ് പരിപൂർണ സൗഖ്യം കൊടുത്ത് ആരോഗ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ചമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ. ജോലിയിൽ അനുഗ്രഹങ്ങളെ കർത്താവ് പകരണമേ. കുടുംബത്തിൽ നന്മകളാൽ നിറയ്ക്കണമേ. പുതിയൊരു ഭവനം കർത്താവെ പണിയുവാൻ അവരെ സഹായിക്കണമേ. ആ ലാൻഡിൻ്റെ സെയിലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ ബെസ്ലിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകൾ ബിന്നിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മെഡിസിൻ ആ കോഴ്സ് നന്നായി ചെയ്യുവാൻ കർത്താവ് അവരെ സഹായിക്കുമാറാകണമേ. അവരുടെ ഫ്യൂച്ചർ ബ്ലെസ്സിങ്സിനായി, അവരുടെ വിവാഹത്തിനായി എല്ലാം ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ബാബുരാജൻ ആൻഡ് അച്ചാമ്മ ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ സ്പോൺസർ ചെയ്ത എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. തുടർന്ന് നമ്മൾ ഈ ആഴ്ചയിൽ കേട്ടുകൊണ്ടിരുന്ന ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് എന്ന ആ സന്ദേശത്തിൻ്റെ അവസാനത്തെ പോർഷൻ കേൾക്കാൻ പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ നിന്നുള്ള ഉയരങ്ങളിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന്, സ്വർഗീയ പിതാവിൽ നിന്നുള്ള ഒത്തിരി നന്മകളാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. പ്രത്യേകിച്ച് പുതിയൊരു വർഷം കർത്താവ് ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. Luke chapter 7 and verse number 21. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനം. It says, in that very hour Jesus was healing many people of sicknesses and distressing bodily plagues and evil spirits, and to many who were blind he gave a free and gracious joy-giving gift of sight. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വചനം. Yes. ആ സമയത്ത് തന്നെ യേശു വ്യാധികളും രോഗങ്ങളും ദുരാത്മാക്കളും ബാധിച്ച അനേകരെ സൗഖ്യമാക്കുകയും അന്ധരായ അനേകർക്ക് കാഴ്ച നൽകുകയും ചെയ്തു. It all came as a gift from Jesus. ഇവിടെ നാം കാണുന്നു ഈ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ഒരു ദാനമായിട്ടാണ് വന്ന് ചേർന്നിട്ടുള്ളത്. When you read John chapter 4 and verse number 10, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം നിങ്ങൾ വായിച്ചാൽ Jesus is talking to the woman of the Samaritan woman. ഇവിടെ നാം യേശു കർത്താവ് ഒരു ശമര്യക്കാരി സ്ത്രീയോട് സംസാരിക്കുന്ന ഭാഗമാണ് കാണാൻ സാധിക്കുന്നത്. Jesus answered her, if you knew the gift of God and who it is that asks you for a drink, you would have asked him and he would have given you living water. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു അവളോട്, ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അയാളോട് ചോദിക്കുകയും അയാൾ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് മറുപടി പറഞ്ഞു. So Jesus is offering another gift. ഇവിടെ നാം കാണുന്നു യേശു കർത്താവ് മറ്റൊരു സമ്മാനം നമുക്ക് വേണ്ടി നൽകാനായി ആഗ്രഹിക്കുന്നു. God the Father's gift to us is Jesus. നോക്കൂ, പിതാവാം ദൈവം
ദൈവം സമ്മാനമായി തന്റെ പുത്രനായ യേശുവിനെ തന്നെ നൽകി. And now Jesus is offering another gift to us. ഇവിടെ ഇപ്പോൾ സമ്മാനമായി നമുക്ക് നൽകപ്പെട്ട യേശു തന്നെ മറ്റൊരു സമ്മാനം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. And that is the gift of the Holy Spirit. ആ സമ്മാനം എന്നുള്ളത് ദൈവത്തിന്റെ ദാനമായിട്ടുള്ള പരിശുദ്ധാത്മാവാണ്. The living waters. ജീവന്റെ ജലം എന്നുള്ള Somebody shout പരിശുദ്ധാത്മാവ്. hallelujah. എത്ര പേർ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാ? And Jesus was asking the Samaritan woman, would you give me some drink? ഇപ്പോൾ യേശു കർത്താവ് ശമര്യക്കാരി സ്ത്രീയോട് ചോദിക്കുന്നത്, നീ അല്പം എനിക്ക് കുടിക്കാൻ വെള്ളം തരുമോ? Natural water. സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയിലെ ജലം, H2O എന്ന് പറയുന്ന മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ജലം. And Jesus is saying, if you give me H2O, the natural water, I will give you reverse of water. അവിടെ യേശു കർത്താവ് ശമര്യക്കാരി സ്ത്രീയോട് പറയുന്ന, ഭൂമിയിലെ പ്രകൃതിയിലെ H2O എന്ന മൂലകങ്ങൾ ചേർന്നിട്ടുള്ള ആ ജലം അല്പം നീ എനിക്ക് നൽകിയാൽ ഒരിക്കലും ദാഹിക്കാത്ത ജീവജലം ഞാൻ നിനക്ക് നൽകാം. Hallelujah. Hallelujah. This is how God moves for us. ഇതുപോലെയാണ് ദൈവം നമ്മുടെ നടുവിൽ ചലിക്കുന്നത്. Whatever we give to God, എന്താണോ നാം ദൈവത്തിന് എന്തൊക്കെയാണോ കൊടുക്കുന്നത്, He will give us greater, more excellent gifts back. ആ കൊടുക്കുന്നതിന്റെ അളവനുസരിച്ചിട്ടില്ല, അതിനേക്കാൾ മഹത്വരമായിട്ടുള്ള മഹത്വമായ രീതിയിൽ ദൈവം അത് നമുക്ക് മടക്കി നൽകുകയാണ്. Hallelujah. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? Isn't Jesus wonderful? അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് അത്ഭുതവാഹകനല്ലേ? Hallelujah. ആണെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാല്, God gives us even the salvation as a free gift. നിങ്ങൾക്കറിയാം, ദൈവം തന്റെ രക്ഷ പോലും നമുക്ക് സൗജന്യമായിട്ടാണ് നൽകിയിരിക്കുന്നത്. Jesus himself is a gift to us. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യേശു കർത്താവ് തന്നെ ഒരു സൗജന്യ സമ്മാനമായി നമുക്ക് നൽകപ്പെട്ടതാണ്. And he gives his Holy Spirit as a gift. അതുമാത്രമല്ല, യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ സമ്മാനമായി നമുക്ക് We നൽകിയിരിക്കുകയാണ്. cannot count the gifts the Lord is giving us. ദൈവം നമുക്ക് നൽകുന്ന സമ്മാനങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തുവാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. No one can beat God in giving gifts. അതുകൊണ്ട് സമ്മാനങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ ദൈവത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. Hallelujah. ഹല്ലേലൂയ. And in exchange he demands our hearts. അങ്ങനെയെങ്കിൽ സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന കാര്യത്തിൽ നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന സമ്മാനം എന്നുള്ള നമ്മുടെ കൊച്ചു ഹൃദയമാണ്. Hallelujah. ഹല്ലേലൂയ. Son, daughter, give me your heart. അവിടെ ദൈവം പറയുകയാണ്, മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് നൽകൂ. I will fill your heart with peace and joy. ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് സമാധാനത്തെയും സന്തോഷത്തെയും പകരാൻ ആഗ്രഹിക്കുന്നു. I myself will be enthroned in the throne of your heart. അതുമാത്രമല്ല, നിന്റെ ഹൃദയത്തിനകത്ത് ഒരു രാജാതി രാജാവായി എന്റെ സിംഹാസനത്തിൽ ഞാൻ വാഴട്ടെ. Hallelujah. Hallelujah. The architect of the universe is willing to come and be enthroned in our little heart. ഓർക്കുക, നമ്മുടെ കൊച്ചു ഹൃദയത്തിനകത്തേക്ക് ഈ പ്രപഞ്ചത്തിന്റെ ശില്പിയായിട്ടുള്ള സർവശക്തൻ വന്നു വാഴാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. Hallelujah. Hallelujah. One man of God once said, ഒരിക്കൽ ഒരു ദൈവപുരുഷൻ ഇങ്ങനെ പറഞ്ഞു, God has two thrones. ദൈവത്തിന് രണ്ട് സിംഹാസനങ്ങളുണ്ട്. One throne is in the third heaven. ഒന്നാമത്തെ സിംഹാസനം എന്നുള്ളത് അത് മൂന്നാം സ്വർഗത്തിലാണ് സ്ഥിരമായിരിക്കുന്നത്. And the second throne is in the humblest heart. എന്നാൽ രണ്ടാമത്തെ തന്റെ സിംഹാസനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊച്ചു ഹൃദയത്തിൽ, താഴ്മയുള്ള ഹൃദയത്തിനകത്താണ്. No one can dethrone God from the third heaven. ആർക്കും തന്നെ മൂന്നാം സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ സ്വർഗത്തിൽ നിന്ന് ഇറക്കുവാനായിട്ട് സ്ഥാനഭ്രഷ്ടനാക്കാൻ സാധ്യമല്ല. But you can dethrone Jesus from your heart. എന്നാൽ നമ്മുടെ ഹൃദയത്തിലെ സിംഹാസനത്തിൽ നിന്ന് അവനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ നമുക്ക് സാധിക്കും. This season we are going to take a decision. Lord, I will always keep you enthroned in the throne of my heart. അതുകൊണ്ട് ഈ സീസണിൽ എത്ര പേർ തീരുമാനിക്കും, ദൈവമേ, എന്റെ ഹൃദയത്തിൽ അങ്ങയെ ഒരിക്കലും സ്ഥാനഭ്രഷ്ടനാക്കാതെ എല്ലായ്പ്പോഴും അങ്ങയെ തന്നെ എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. Today Jesus is not born in Bethlehem, there in the Middle East. ഇന്ന് മധ്യപൗരസ്യ ദേശത്തുള്ള ഇസ്രായേലിലെ ബേത്ലഹേമിൽ അവൻ ജനിക്കുന്നില്ല. But today he wants to
be born in the Bethlehem of our heart. എന്നാൽ ഇന്ന് അവൻ വീണ്ടും ജനിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ബേത്ലഹേമിനകത്താണ്. Can you prepare a brand new manger in your heart so that Jesus can be born in our hearts? അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ആ ബേത്ലഹേമിനകത്ത് ഒരു കൊച്ചു പുൽത്തൊട്ടിയെ സ്ഥാപിക്കാൻ സാധിക്കുമോ? ആ പുൽത്തൊട്ടിക്കകത്ത് ഹൃദയത്തിനകത്ത് അവൻ ഭൂജാതനായി തീരും. Jesus wants to be born in the manger or in the Bethlehem of your heart. യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ബേത്ലഹേമിനകത്ത് പിറക്കാനായി ആഗ്രഹിക്കുന്നു. If you prepare, he will come. നിങ്ങൾ തയ്യാറാണെങ്കിൽ അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. Not only he will come, he will grow in you. അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ ചുമ്മാ വന്നിരിക്കുക മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ആത്മാവിൽ അവൻ വളരാൻ തുടങ്ങും. If you allow him, he will grow into fullness in your life. നിങ്ങൾ അവനെ അനുവദിക്കുന്നെങ്കിൽ അവന്റെ പൂർണ്ണ രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ വളർന്നു വരും. Hallelujah. Hallelujah. Welcome to Blessing Today, Bible and You Mega Contest. അവസാന റൗണ്ടായ റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യത്തെ അവസരം ജിഷയ്ക്കായിരിക്കും. ഈ റൗണ്ടിന്റെ പ്രത്യേകതകൾ: 10 ചോദ്യങ്ങളായിരിക്കും ഒരു വ്യക്തിയോട് ചോദിക്കുന്നത്. എന്നാൽ ഉത്തരം പറയുവാൻ 1 സെക്കൻഡ് മാത്രം സമയമുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കണം. എന്നാൽ ഈ റൗണ്ടിന്റെ മറ്റൊരു പ്രത്യേകത, തെറ്റായിട്ടുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് പോയിന്റ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ മാർക്ക് കുറയും. അതുകൊണ്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ ഉത്തരം പറയരുത്. അറിയാമെങ്കിൽ മാത്രം ഞാൻ ചോദിക്കുന്ന ഉടനെ തന്നെ ആ 1 സെക്കൻഡിനകത്ത് തന്നെ നിങ്ങൾ മറുപടി പറയണം. ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾക്കത് പാസ് ചെയ്യാവുന്നതാണ്. റാപ്പിഡ് ഫയർ ഇവിടെ ആരംഭിക്കുന്നു. ആദ്യത്തെ അവസരം സിസ്റ്റർ ജിഷയ്ക്കാണ്. ഒന്നാമത്തെ ചോദ്യം: വിലയേറിയ സ്വച്ഛജടമാംസി തൈലം വെൺകൽ ഭരണി പൊട്ടിച്ച് യേശുവിന്റെ തലയിൽ ഒരു സ്ത്രീ ഒഴിച്ചത് ആരുടെ ഭവനത്തിൽ വെച്ചാണ്? ശീമോന്റെ. യോഹന്നാൻ 2:20 പ്രകാരം യെരുശലേം ദേവാലയം എത്ര വർഷം കൊണ്ട് പണിതുവെന്നാണ് യഹൂദന്മാർ പറഞ്ഞത്? 36. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും യേശുവിന് മരണശിക്ഷ വിധിച്ചയാൾ അദ്ദേഹത്തെ ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിന് മരണശിക്ഷ വിധിച്ചയാൾ യേശുവിനെ എന്താണ് വിളിച്ചിരിക്കുന്നത്? പാസ്. ഉത്സവത്തിന്റെ പ്രധാന ദിവസമായ ഒടുവിലത്തെ ദിവസം യേശു നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഏതൊരുവന്റെയും ഉള്ളിൽ നിന്ന് തിരുവെഴുത്തിൽ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. യോഹന്നാൻ 7:37-38. ഇവിടെ ഏത് ഉത്സവമാണ് നടന്നിരുന്നത്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സ്ത്രീകൾ കണ്ടപ്പോൾ ശിഷ്യന്മാരെ താൻ എവിടെ വെച്ച് കണ്ടുമുട്ടുമെന്നാണ് യേശു പറഞ്ഞയച്ചത്? ഗലീലയിൽ. യേശുവിന് ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് റോമൻ ഭരണാധികാരിയായിരുന്ന പീലാത്തോസ് തന്റെ കൈകൾ കഴുകിയതായി ഒരു സുവിശേഷത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതാണ് ആ സുവിശേഷം? മത്തായിയുടെ സുവിശേഷം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തിൽ നീതിക്ക് വേണ്ടി ഉപദ്രവം സഹിക്കുന്നവർക്കുള്ള വാഗ്ദത്തം എന്താണ്? സ്വർഗരാജ്യം അവർക്കുള്ളത്. മഹാപുരോഹിതൻ കയ്യഫാവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നതിനു വേണ്ടി ഗത്സമന തോട്ടത്തിൽ നിന്ന് യേശുവിനെ കൊണ്ടുവന്നപ്പോൾ ഒരു ശിഷ്യൻ യേശുവിനെ പിന്തുടർന്നിരുന്നതായി സുവിശേഷകൻ വ്യക്തമായി പറയുന്നു. ആ ശിഷ്യന്റെ പേരെന്ത്? യോഹന്നാൻ. യേശുവിന്റെ മരണത്തെക്കുറിച്ച് തീരുമാനം ഒന്നും എടുക്കരുതെന്ന് പീലാത്തോസിനോട് പറഞ്ഞത് ആര്? പീലാത്തോസിന്റെ ഭാര്യ. ക്രൂശിൽ യേശുവിന്റെ തലയ്ക്ക് മുകളിലായി നസ്രനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് ഒരു പലയിൽ വിവിധ ഭാഷകൾ എഴുതി വച്ചിരുന്നു. ഈ വാചകം എത്ര ഭാഷകൾ എഴുതിയിരുന്നു? 3 ഭാഷകളിൽ. റാപ്പിഡ് റൗണ്ടിലെ അടുത്ത ചോദ്യങ്ങൾ റജീനയോടാണ്. വേഗത്തിൽ ഉത്തരം പറയുക. ഒന്നാം ചോദ്യം: 10 കുഷ്ഠരോഗികളെ യേശു ശുദ്ധരാക്കിയത് എങ്ങനെയെന്ന് ഒരു സുവിശേഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ള സുവിശേഷം ഏത്? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശുവിനെ പ്രതി മുഖ്യ പുരോഹിതന്മാർ ആരെയാണ് കൊല്ലുവാൻ ആലോചിച്ചത്? യേശു ജനിച്ചപ്പോൾ വിദ്വാൻമാർ, 3 രാജാക്കന്മാർ അല്ലെങ്കിൽ ജ്ഞാനികൾ യേശുവിനെ കാഴ്ചയായി സ്വർണവും കുന്തിരിക്കവും മൂറും കൊണ്ടുവന്നു. ഇതിനെക്കുറിച്ച് ഒരു സുവിശേഷത്തിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മത്തായി. സ്ത്രീയുടെ പ്രവൃത്തിയെക്കുറിച്ച് യേശു ഇങ്ങനെ പറഞ്ഞു: എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം അവൾ ചെയ്തതും അവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. ഏത് സ്ത്രീയുടെ? യേശുവിന്റെ തലയിൽ പരിമളതൈലം. പത്രോസ് വലതുകാത് വെട്ടിക്കളഞ്ഞ മഹാപുരോഹിതന്റെ ദാസന്റെ പേരെന്ത്? മൽക്കോസ്. മഗ്ദലന മറിയയിൽ നിന്നും യേശു എത്ര ഭൂതങ്ങളെ പുറത്താക്കിയെന്നാണ് ബൈബിൾ പറയുന്നത്? 7 ഭൂതങ്ങൾ.
മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു പറഞ്ഞ ആദ്യത്തെ വാചകം എന്തായിരുന്നു? മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പ്രകാരം യേശു തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് എവിടെയാണ് ജീവിച്ചിരുന്നത്? കഫർനഹൂം. ലൂക്കോസ് 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ യേശു തന്റെ ശിഷ്യന്മാരുമായി പ്രാർത്ഥിപ്പാൻ ഒലിവ് മലയിലേക്ക് പോയതായി പറയുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിയത് ആരായിരുന്നു? പരിശുദ്ധനാണ്. യേശു വയലിൽ മറഞ്ഞിരിക്കുന്ന നിധിയെക്കുറിച്ചുള്ള ഉപമ ജനത്തെ പഠിപ്പിച്ചു. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിധി കണ്ടെത്തിയ മനുഷ്യൻ ആദ്യം ചെയ്തത് എന്താണ്? തനിക്കുള്ള നിലം വിറ്റു. റാപ്പിഡ് ഫയർ റൗണ്ടിലെ അടുത്ത ചോദ്യങ്ങൾ പ്രിയയോടാണ്. Which mount was Jesus approaching when he sent 2 of his disciples into the village to bring a colt? Mount of Olives. The devil took Jesus up into this holy city, set him on the pinnacle of the temple, and said to him, "If you are the Son of God, throw yourself down." How did Jesus respond to this? Who did John the Baptist call brood of vipers? Pharisees. Who were the first 2 people Jesus called to be his disciples? Simon Peter and Andrew. In which city did a centurion come to Jesus, pleading to heal his paralyzed servant? Capernaum. Who was the priest murdered between the temple and the altar? Zechariah. Which Old Testament prophet had spoken regarding the 30 pieces of silver, saying, "And they took the 30 pieces of silver, the value of him who was priced, whom they of the children of Israel priced, and gave them for the potter's field, as the Lord directed me." Pass. Who is Jesus' grandfather? Jacob. Who was Herod's brother, whose wife Herod married? Philip. In what village was Jesus when a woman came with an alabaster flask of costly oil and poured it on his head? Bethany. അടുത്ത ചോദ്യങ്ങൾ ആന്റണിയോടാണ്. റെഡി? ലൂക്കോസ് 7-ാം അധ്യായത്തിൽ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വിധവയായ സ്ത്രീയുടെ ഏക മകനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതായി പറഞ്ഞിരിക്കുന്നു. ആ സ്ത്രീയുടെ പേരെന്താണ്? ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശു ആരുടെ മകൻ എന്നറിയപ്പെടുന്നുവെന്നാണ് ദൂതൻ മറിയോട് പറഞ്ഞത്? അബ്രഹാമിനും യേശുവിനും ഇടയ്ക്ക് എത്ര തലമുറകളുണ്ട്? 40. യേശുവിന്റെ അമ്മ മറിയയെ കൂടാതെ മറ്റ് സ്ത്രീകളുടെ പേരുകൾ മാത്രമേ യേശുവിന്റെ വംശാവലിയിൽ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ പേരുകൾ ഏതെല്ലാം? റൂത്ത്. ഗിരിപ്രഭാഷണങ്ങളിൽ യേശു എത്ര പ്രാവശ്യം ഭാഗ്യവാന്മാർ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്? മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലെ 6-ാം വാക്യത്തിൽ നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുന്നവർക്കുള്ള വാഗ്ദത്തം എന്താണ്? അവർക്ക് സ്വർഗരാജ്യം. കുരിശിൽ കിടന്ന യേശു ആരെ വിളിച്ച് നിലവിളിച്ചതായാണ് അരികെ നിന്നവർ മനസ്സിലാക്കിയത്? ഏലിയാവിനെ. യേശു ഉയർത്തിയതിനു ശേഷം ശിഷ്യന്മാർ മീൻ പിടിക്കാനായി പോയ സ്ഥലം? തിബിരിയാസ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണങ്ങളിൽ ഒരു വാക്യത്തിൽ അനുഗ്രഹവും ശാപവും ഒരുമിച്ച് എഴുതിയിരിക്കുന്നു. 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ യേശു പറയുന്ന മുന്നറിയിപ്പ് എന്താണ്? മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ യേശുവിനോട് ഏത് കൽപ്പനയാണ് താൻ പാലിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എത്ര കൽപ്പനകൾ പാലിക്കണമെന്നാണ് യേശു മറുപടി പറഞ്ഞത്? ടൈം തീർന്നു. അവസാന റൗണ്ടായ റാപ്പിഡ് ഫയർ റൗണ്ടിലെ അവസാനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബ്രദർ ജോണിനോടാണ്. സുവിശേഷത്തിൽ യേശുവിന് നേരിടേണ്ടി വന്ന ആദ്യത്തെ പരീക്ഷണം എന്തായിരുന്നു? യേശുവിനുണ്ടായ 3 പരീക്ഷണങ്ങളിലും പരാജയപ്പെട്ട് പിശാച് പിൻവാങ്ങിയതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? യേശു ഗലീലിൽ നിന്നുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പീലാത്തോസ് അദ്ദേഹത്തെ ആരുടെ അടുക്കലേക്കാണ് അയച്ചത്? ആരുടെ ഭവനത്തിലാണ് യേശു ചുങ്കക്കാരുടെ പാപികളുടെ കൂടെ ഭക്ഷണം കഴിച്ചത്? യേശുവിന്റെ മരണത്തിന് ശേഷം ചില സ്ത്രീകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തൈലം പൂശുവാൻ വേണ്ടി ചെന്നു. അതിൽ ഒരാളുടെ പേര് ശലോമി എന്നാണ്. ഇവരുടെ പേര് പ്രതിപാദിച്ചിട്ടുള്ളത് ഒരു സുവിശേഷത്തിൽ മാത്രമാണ്. ഏതാണ് ആ സുവിശേഷം? എവിടെ ഇരുന്നാണ് യേശു വിധക്കാരുടെ ഉപമ സംസാരിച്ചത്? ഏത് മൃഗത്തിന്റെ പുറത്തിരുന്നാണ് യേശു യെരുസലേമിലേക്ക് പോയത്? ദരിദ്രയായ വിധവ എത്ര ചെമ്പ് നാണയങ്ങളാണ് ഭണ്ഡാരത്തിലിട്ടത്? അന്ത്യ അത്താഴത്തിന് ശേഷം ഒലിവുമലയിലേക്ക് പോകുന്നതിന് മുൻപ് യേശു ശിഷ്യന്മാരും എന്തു ചെയ്തു? മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലെ 9-ാം വാക്യത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവർക്കുള്ള വാഗ്ദത്തം എന്താണ്? സമയം തീർന്നു. ബ്ലെസ്സിംഗ് ടുഡേ ബൈബിൾ ആൻഡ് യു മെഗാ കോൺടെസ്റ്റിന്റെ എല്ലാ റൗണ്ടുകളും കഴിഞ്ഞിരിക്കുന്നു. ആവേശോജ്വലമായ 5 റൗണ്ടുകളും ഇവരെല്ലാവരും നന്നായി പങ്കെടുത്തു. നല്ല രീതിയിൽ തന്നെ നിങ്ങളത് അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ എല്ലാവരും വളരെ ആകാംക്ഷയോടെ റാപ്പിഡ് ഫയർ റൗണ്ടിന്റെ സ്കോർ അറിയാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ എല്ലാ 5 റൗണ്ടുകളുടെയും കൂട്ടി ടോട്ടൽ പോയിന്റ് ഞാനിവിടെ വായിക്കുന്നു. ബ്രദർ ജോണിന് ലഭിച്ചിരിക്കുന്നത് ടോട്ടൽ 125 പോയിന്റാണ്.
സിസ്റ്റർ ജിഷയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 275 പോയിന്റാണ്. റജീനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 210 പോയിന്റ്. പ്രിയയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 270 പോയിന്റ്. ആന്റണിക്ക് ലഭിച്ചിരിക്കുന്നത് 145 പോയിന്റ്. ബൈബിൾ ആൻഡ് യു മെഗാ കോൺടെസ്റ്റ് 2012 അവാർഡ് ഈവനിങ്ങിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. Praise the Lord. Bible and You Mega Contest 2012 റിസൾട്ട്സ് അനൗൺസ് ചെയ്യാനാണ് ഞാൻ ഈ വേദിയിലുള്ളത്. ഒക്ടോബർ 13 ബൈബിൾ ആൻഡ് യു റിട്ടൺ കോൺടെസ്റ്റ് കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റിൽ 15 സെന്ററുകളിൽ നടത്തി. ഇത്തവണ കോൺടെസ്റ്റ് മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ എന്നീ സുവിശേഷങ്ങളിൽ നിന്നായിരുന്നു. ഇതിൽ 1000-ലധികം പേർ പങ്കെടുത്തു. ഈ കോൺടെസ്റ്റിൽ 5 പേരെ ഫസ്റ്റ് ടോപ്പ് സ്കോറേഴ്സായി തിരഞ്ഞെടുത്തു. ഈ 5 പേരുടെ പേരിപ്പോൾ വിളിക്കുന്നതാണ്. അവർ ബാക്ക് സ്റ്റേജിലെത്തണം. മിസ് പ്രിയ എഫ് വർഗീസ്, മിസ് റജീന കെ എം, മിസസ് ജിഷ ജോൺസൺ, മിസ്റ്റർ ആന്റണി ബിബിൻ, മിസ്റ്റർ സി സി ജോൺ. ഇവർക്ക് ഇന്ന് വരെ വീണ്ടും ഇന്ന് രാവിലെ ഫൈനൽ റൗണ്ട് മത്സരം നടത്തുകയും വിജയികളെ നിശ്ചയിക്കുകയും ചെയ്തു. ഒന്നാം സമ്മാനം 1,00,000 രൂപയും മൊമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഫസ്റ്റ് പ്രൈസ് നൽകുവാനായി ബഹുമാനപ്പെട്ട ബ്രദർ ഡാമിയനെ മുമ്പിലേക്ക് ക്ഷണിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് അറിയാൻ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടിരിക്കുവാണെന്ന് അറിയാം. സോ ബൈബിൾ ആൻഡ് യു മെഗാ കോൺടെസ്റ്റ് 2012 ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു Mrs. Jisha Johnson from Alapura district. Cash prize received by Jisha Johnson. രണ്ടാം സമ്മാനം സെക്കൻഡ് പ്രൈസ് ഗോസ് ടു മിസ് പ്രിയ എഫ് വർഗീസ് ഫ്രം എറണാകുളം ഡിസ്ട്രിക്ട്. 25,000 rupees ആണ് ക്യാഷ് പ്രൈസ്. ഇത് നൽകുവാനായി സിസ്റ്റർ ഷമ ഡാമിയൻ മുമ്പിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ തമ്പാൻ വർഗീസ്, ജോയിന്റ് സെക്രട്ടറി ദ മാസ്റ്റർ മിനിസ്ട്രീസ്, മൊമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് പ്രിയയ്ക്ക് നൽകും. മൂന്നാം സമ്മാനം തേർഡ് പ്രൈസ് ഗോസ് ടു മിസ് റജീന കെ എം ഓഫ് തൃശൂർ ഡിസ്ട്രിക്ട്. 10,000 rupees ആണ് ക്യാഷ് പ്രൈസ്. ഇപ്പോൾ മിസ്റ്റർ റോയ് കെ ജെ, പ്രോഗ്രാം കോർഡിനേറ്റർ ബ്ലെസ്സിംഗ് ടുഡേ, മൊമെന്റോ റജീനയ്ക്ക് നൽകുന്നതാണ്. ഇവിടെ തീർന്നിട്ടില്ല, പ്രോത്സാഹന സമ്മാനങ്ങളുമുണ്ട്. 2 സമ്മാനങ്ങളാണ്. The consolation prizes goes to Mr. Anthony Bibin and Mr. C.C. John. Mrs. Chinnamaskaria, Executive Director, The Master Ministries, certificates കൊടുക്കാൻ Mr. Anthonyക്കും Mr. Titus E.X, Executive Committee Member, The Master Ministries, Mr. Johnന് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. Please give a big hand to all the winners. Congratulations to all winners. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആഴ്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് ഞങ്ങൾ വന്നിരിക്കുമ്പോൾ ഇതുവരെ നടത്തിയതിന് നന്ദി പറയുമ്പോൾ തന്നെ രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആസ്മ രോഗികൾ സൗഖ്യമാകട്ടെ, അപസ്മാരം സൗഖ്യമാകട്ടെ, ലിവറിലുള്ള തകരാറുകൾ മാറട്ടെ, മഞ്ഞപ്പിത്തം സൗഖ്യമാകട്ടെ, ക്യാൻസർ സൗഖ്യമാകട്ടെ,
മാരക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ചിക്കൻ ഗുനിയ വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ആഘാതങ്ങൾ മാറാത്തവർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അസ്ഥികളിലെ വേദനകൾ മാറട്ടെ. മൂക്കിനകത്ത് മാംസം വളരുന്നത് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് കുഞ്ഞുങ്ങളെ ഒരു സമ്മാനമായി നൽകുമാറാകണമേ. താങ്ക് യു ലോർഡ്. സാമ്പത്തിക വിഷയങ്ങളിൽ, കടഭാരങ്ങളിൽ അലയുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്, ഒരു വിടുതൽ കൊടുക്കണമേ. ദൈവിക വിടുതൽ, രോഗസൗഖ്യം എല്ലാവർക്കും നീ നൽകുന്നതിനായി നന്ദി. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുടെ വിവരങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ ഉള്ളിൽ വിശ്വസിക്കുക, യേശുവിൻ നാമത്തിൽ ഏത് രോഗമായിരുന്നാലും ഏത് പ്രശ്നമായിരുന്നാലും യേശുവിൻ്റെ കരം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് അത്ഭുതകരമായ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ക്രിസ്മസ് എപ്പിസോഡുകൾ ഇന്ന് ഇവിടെ പൂർണ്ണമാകുമ്പോൾ തന്നെ അടുത്ത തിങ്കളാഴ്ച മുതൽ പുതിയ പരമ്പരയുമായി ബ്ലെസ്സിംഗ് ടുഡേ കെട്ടിലും മട്ടിലും ഭാവത്തിലും പുതുമയോടുകൂടെ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അടുത്ത തിങ്കളാഴ്ച ഡിസംബർ 31 നൈറ്റ് പ്രത്യേകമായ ന്യൂ ഇയർ സർവീസ് നമുക്ക് ഉണ്ടായിരിക്കും. കൊച്ചിയിലുള്ള ബ്ലെസ്സിംഗ് സെൻറ്ററിലാണ് അത് നടക്കുന്നത്. നിങ്ങൾ എവിടെയാണെങ്കിലും ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വരിക. രാത്രി 10 മണി മുതൽ 12:30 മണി വരെയുള്ള സമയത്ത് വിശേഷമായ ഒരു സെലിബ്രേഷനും പ്രേയറും ഡെഡിക്കേഷനും എല്ലാം ഉണ്ടായിരിക്കും. സോ പ്ലീസ് ഡു കം. മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടുവരിക. ഗോഡ് ബ്ലെസ് യു. സീ യു അഗെയിൻ ത്രൂ ബ്ലെസ്സിംഗ് ടുഡേ. ബൈ. ലുക്കിംഗ് ബാക്ക്വേർഡ്. ഒന്ന് തിരിഞ്ഞു നോക്ക്, നല്ലതാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ട് രീതിയിൽ തിരിഞ്ഞു നോക്കാം. വൺ ഈസ് എ റോങ് മെത്തേഡ് ആൻഡ് ദി അതർ ഈസ് എ റൈറ്റ് മെത്തേഡ്. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.